ഹലോ ഫ്രണ്ട്സ്, എസ് എം വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്പാനി ബിൻസി തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ കുറിച്ചുള്ളൊരു ഊഹാപോഹങ്ങളൊക്കെ ഇങ്ങനെ ചുറ്റി നടക്കുന്നുണ്ട്. അപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വിഷയം ആദ്യം തന്നെ സംസാരിക്കുന്നത് നമ്മുടെ ഒരു കിച്ചൺ വഴക്കുണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ ആ വഴക്കിൻ്റെ ഇടയിൽ അനുമോളാണ് ഈ ടോപ്പിക്ക് എടുത്തിരുന്നത്. നിങ്ങൾ കാരണമാണ് ആ പെങ്കൊച്ച് പോയതെന്നുള്ള രീതിയിൽ അനുമോള് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അവിടെ അപ്പം തന്നെ നമ്മുടെ അപ്പാനീനെ ശ്രദ്ധിച്ചാൽ കാണാം, അതുവരെ റൈസായിരുന്ന അപ്പാനിക്ക് പെട്ടെന്ന് എന്താ പറയണ്ടേന്ന് അറിയാണ്ടായിപ്പോയി. ആകെ ഷോക്കായി അവിടെ നിൽക്കുന്ന ഒരു അപ്പാനി, പെട്ടെന്നൊരു സൈലൻ്റായി പോകുന്ന അപ്പാനീനെ കണ്ടത്. അപ്പോൾ അക്ബർ അത് ഏറ്റുപിടിച്ച് പിന്നാലെ നടന്ന് പിന്നെ അവിടെ ഒച്ചപ്പാടും ബഹളമായിട്ട് പിന്നെ അതങ്ങ് സോൾവ് ആയിപ്പോയി. പിന്നെ നൈറ്റിലാണ് മെയിനായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഷാനവാസിക്കാണ് പിന്നെ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത്. ഷാനവാസിക്ക പറയുന്നുണ്ട്, അപ്പാനിയോട് പറയുന്നുണ്ട്, എനിക്കറിയാം, പക്ഷെ ഞാനിത് പറയാത്തത് പുറത്ത് എൻ്റെ ഒരു സഹോദരി ഉള്ള കാരണമാണ് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കാത്തത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഷാനവാസ് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ എന്താണ് ശരിക്കും ഇതിൽ നടന്നേക്കുന്നതെന്നൊന്നും നമുക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല. അവിടെയും ഇവിടെയും കുറേശ്ശെ കാര്യങ്ങൾ അറിയുന്നുണ്ട്. പക്ഷേ അത് വെച്ചിട്ട് കുറേ പേര് അവരവരുടെ ഊഹാപോഹങ്ങളൊക്കെ വെച്ച് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും അപ്പാനി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് പുറത്തൊരു ഫാമിലി ഉള്ളതാണ്. ആളുടെ വൈഫ് പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ കൂടുതൽ ഊഹാപോഹ കാര്യങ്ങളും എല്ലാം പറഞ്ഞ് വെറുതെ ചിലപ്പം അത് ചെറിയൊരു എന്താ പറയുക, ഫ്രണ്ട്ഷിപ്പോ ആങ്ങളെ പെങ്ങളെ ബന്ധമോ അല്ലെങ്കിൽ അതിൽ കുറച്ച് കൂടി എന്തെങ്കിലും ബന്ധമായി മാറേണ്ട കാര്യമായിരിക്കും. പക്ഷേ എന്നിരുന്നാലും ബിൻസി അത് ഔട്ടായിപ്പോയി, അതോടുകൂടി അത് കഴിഞ്ഞു. പക്ഷേ വെറുതെ ആവശ്യമില്ലാത്തൊരു കാര്യം പറഞ്ഞ് അതിനെ വെറുതെ ഊതിപ്പെരുപ്പിച്ച് ആ വ്യക്തിക്ക് പുറത്തൊരു ഭാര്യയും മക്കളും, പ്രത്യേകിച്ച് ആ ഭാര്യ പ്രഗ്നൻ്റും കൂടിയാണ്. ഈ ഒരു സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് ഇടുമ്പോൾ അവരുടെ ഫാമിലിനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഫക്റ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളും കൂടി എല്ലാവരും ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു വിഷയം ഉണ്ടായതിന് ശേഷം അപ്പാനിക്ക് ഭയങ്കര ഡള്ളാണ്. അതുവരെ നമ്മൾ ഇപ്പോൾ ഈ ഷാനവാസി ഈ കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴായാലും, പ്രത്യേകിച്ച് അപ്പാനിയുടെ സ്വഭാവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ നന്നായിട്ട് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈപ്പറായി ചാടി നടക്കുന്ന ആളാണ്. പക്ഷേ ഈ ഒരു വിഷയം പറഞ്ഞതിന് ശേഷം ആൾ ഭയങ്കര സൈലൻറ്റും ആണ്, ആകെ ഒരു ടെൻഷൻ അടിച്ച രീതിയിലുമാണ്. പിന്നെ ഷാനവാസിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നാലെ നടക്കലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പം നമുക്കും തോന്നിപ്പോവും എന്തേലും അതുകൊണ്ടായിരിക്കും വേണമെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക്. പിന്നെ ബിൻസി ഔട്ടായി പോകുന്ന സമയത്ത് ഇവരുടെ സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളും വിഷമവും സങ്കടങ്ങളൊക്കെ കണ്ടപ്പോൾ എല്ലാം കൂടി പെട്ടെന്ന് ഇവർ തമ്മിൽ ഇങ്ങനെ ഇത്രയും ഒരു അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. കാരണം അതൊന്നും ലൈവിലായാലും എപ്പിസോഡിലായാലും അങ്ങനെയൊന്നും കാണിച്ചേർന്നില്ല. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ആൾക്കാർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നതും അവരുടെ ഊഹാപോഹങ്ങളൊക്കെ പറയുന്നതും. അപ്പോൾ എന്തിരുന്ന് വെച്ചാലും പിന്നെ അപ്പാനിക്ക് സത്യം പറഞ്ഞാൽ സൈലൻ്റായി പോയത് ആൾക്ക് ടെൻഷനായിപ്പോയി. ഇനി ഉള്ളിലോ പുറത്തോ അങ്ങനെ ഒരു ചെറിയൊരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ആ കാര്യം കൊണ്ട് ആൾക്ക് ടെൻഷനാവാം. പിന്നെ അതുമല്ല, ഇനിയിപ്പോൾ അങ്ങനെ ഒരു കാര്യമില്ല, അവർ അപ്പാനി ശരിക്കും ഒരു ആങ്ങളെ പെങ്ങളെ ബന്ധമാണ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ബന്ധമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ എല്ലാവരും അത് പറയുമ്പോൾ ഇനിയിപ്പോൾ പുറത്ത് എങ്ങനെയാണ് പോകുന്നത്, ഭാര്യ എന്ത് വിചാരിക്കും, അങ്ങനെ ആലോചിച്ചുള്ള ടെൻഷനാണോ ഒന്നും നമുക്കറിയില്ല. അപ്പോൾ എന്തായിരുന്നാലും ഇതാണ് ഇപ്പോൾ പുറത്ത് പല കാര്യങ്ങളിലാണ് ചർച്ചകൾ നടക്കുന്നത്. ഒട്ടുമിക്കം ഉള്ളിൽ നിന്നുള്ളവരായാലും പറയുന്നത്, പുറത്തുള്ളവരായാലും പറയുന്നത് അപ്പാനിയും നമ്മുടെ ബിൻസിയും തമ്മിൽ ഒരു കുറച്ചും കൂടി നാൾ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു ബന്ധത്തിലേക്ക് അതങ്ങ് പോയേനെ. അപ്പോൾ എന്നിരുന്നാലും ബിൻസി ഈ സമയത്ത് ഔട്ടായി പോയിരുന്നത് എന്തായാലും നല്ലതായി പോയി. പക്ഷേ ആ ഔട്ടായി പോയ സമയത്ത് ഒരു ചെറിയൊരു തീപ്പൊരി ഇട്ടിട്ടാണ് ആൾ പോയത്. അത് അവർ വിചാരിച്ചില്ല. പക്ഷേ ആൾ പോയതിന് ശേഷമാണ് അവിടെ കണ്ടൻറ്റും കാര്യങ്ങളും, ബിൻസീനെ ചുറ്റിപ്പറ്റിയുള്ള കണ്ടൻറ്റും കാര്യങ്ങളും, ബിൻസീനെ കുറിച്ചുള്ള അവിടെ അങ്ങനെ ഒരാളുണ്ടായിരുന്നു എന്നുള്ള ഒരു അനക്കം ഇപ്പോഴാണ് ശരിക്കും കൂടുതൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് നമ്മൾക്കറിയാത്ത കാരണം വെറുതെ ഇത് പെരുപ്പിച്ച്, കാരണം നമ്മൾ കണ്ടിരുന്ന ലൈവിലായാലും എപ്പിസോഡിലായാലും എന്തായാലും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ അധികം കണ്ടിട്ടില്ല. അപ്പോൾ വെറുതെ പ്രത്യേകിച്ച് ആളുടെ കുടുംബത്തെയും പ്രഗ്നൻ്റ് ആയിരിക്കുന്ന വൈഫിനെയും നമ്മൾ കൺസിഡർ ചെയ്ത് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക, കറക്റ്റായിട്ട് അറിഞ്ഞു വെച്ചിരുന്നുകൊണ്ട് സംസാരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല ഉചിതം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഞാൻ ആരുടെയും ഭാഗം സപ്പോർട്ട് ചെയ്ത് പറയുന്നതല്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു അരുതാത്ത റിലേഷനും കാര്യങ്ങളും അപ്പാനിക്ക് അല്ലെങ്കിൽ വെറുതെ ഒരു ലവ് ട്രാക്ക് പിടിക്കാൻ ഗെയിം കളിക്കാൻ വേണ്ടി തോന്നി അങ്ങനെ ചെയ്തതായിരുന്നാലും പക്ഷെ നമ്മൾ പുറത്തുള്ള കാര്യങ്ങളും കൂടി ആലോചിക്കണം. അപ്പോൾ വെറുതെ ഇനിയിപ്പോൾ അങ്ങനെ ഒരു കാര്യമേ ചിന്തിച്ചില്ലായിരുന്നെങ്കിൽ വെറുതെ നമ്മൾ
ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞുണ്ടാക്കുമ്പോൾ അത് അവരുടെ ഫാമിലീനും ആ പ്രഗ്നൻ്റ് ആയ ലേഡീനും എന്തൊരുമാതിരി എഫക്റ്റ് ചെയ്യുന്നുള്ള കാര്യം കൂടി നമ്മൾ ചിന്തിക്കണം. അറിഞ്ഞു വെച്ചുകൊണ്ട് ഒരാളെ വേദനിപ്പിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ അതാരും ചെയ്യാതിരിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവരും സേഫായിട്ടിരിക്കുക.